നല്ല മഞ്ഞ. സിംബ ബാ. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും അധികം സമയം കിട്ടിയില്ല. അത് പടം വരച്ച് വീഡിയോ എടുത്ത് വാങ്ങില്ല. ഡിഷിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട്, നമ്മൾ ശരിയാക്കി കൊടുക്കണം. അല്ല, റിമോട്ട് ഇപ്പം വേണോ? വീടോട്ട് കയറുന്നുണ്ടെങ്കിൽ തരുന്നൂടാ. ആ ഉണ്ട്. ആരാ? ആ ആരാ? പോവാണോ? ശരി അമ്മ. ബിരിയാണി ഉണ്ടായിരുന്നില്ലേ? സൂപ്പർ ബിരിയാണി. തീർന്നു, ലാസ്റ്റായിരുന്നു ഞാൻ കഴിച്ച്. കരിപ്പ് ഇത് മറ്റേ വിഷ്ണു ഭഗവാന്റെ സുദർശനമല്ലേ? ഇപ്പഴാ മനസ്സിലായി സുദർശനം. ഇതും കൂടെ ഒറ്റൊന്നും കിട്ടാം. അപ്പൊ ഒരു പാറ്റ കണ്ടിട്ടാ മതി. ഒരു പാറ്റ കാർച്ച, പുല്ല് കാർച്ചയില്ലേ? അത് ആ പാറ്റയാണ്. കടുവായ പുല്ല് കേട്ടാലോ. നമുക്ക് അതിന്റെ തന്നെ സംഭവം അറിയത്തില്ല. പാറ്റ വലിയ ഡേഞ്ചറാണ്, മനസ്സിലായി. ഞാനാണ് പറയാം, അമ്മയുടെ മുഖം കണ്ടിട്ട് മറന്നു പോയതാ. എന്റെ കൊച്ചിനെ കളിയാക്കണ്ടായിരുന്നു. എന്റെ കൊച്ചു മിടുക്കനാണ്. ആളെയും ബക്കറ്റാക്കി
അവൻ കൂട്ടി കിടക്കുന്നതുകൊണ്ട് അവന് തൽക്കാലം ബെൽറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ബെൽറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പം ഇവനെ പിടിച്ചിട്ടുണ്ടോണ്ട് ഇവനെ കൊടുത്ത്, അല്ല ഇവൻ രാത്രി ഭയങ്കര അലമ്പ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇട്ടേക്കാം. രാത്രിയിൽ അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിന്നേക്കറി കിടന്ന് നമ്മളെ ചെരുപ്പും എല്ലാം എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഓരോ പരിപാടിയൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് പരിശീലിപ്പിച്ച് എടുത്താൽ അവൻ ആ പരിപാടി നിർത്തുള്ളൂ. അതിന് വേണ്ടി പിടിച്ചിട്ടേക്കണം. ഗോതമ്പ് ദോശ, സാമ്പാർ. പിള്ളേരെ എണീറ്റ് പോലും ഇല്ല ഇതുവരെ. നാരായണിയാണെങ്കിൽ ഒരു വർഷത്തെ ക്ഷീണം, പഠിച്ചതിൻ്റെ ക്ഷീണമായിരിക്കും. ഒരു വർഷം അവൾ പഠിച്ചില്ലേ, അതിൻ്റെ ക്ഷീണം. ഓക്കെ, ഇതുണ്ട്. ഒരു അരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കും, റേഷനരി അല്ലേ, അപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് വെക്കോളും. തിളപ്പിച്ചിട്ട് ഇതിനകത്തുനിന്ന് ചൂടുവെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് വെക്കും. അപ്പോൾ കുതിർന്ന് നല്ല സെറ്റാവും. എന്നിട്ട് കഴുകി ഇടും. എല്ലാവരും ഉണ്ടല്ലോ. എന്നാ ഒരാൾ മതി. പുറത്താ. എന്നാലും ഇവിടെ നിൽക്കുക, എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് കിട്ടുമെന്ന് നോക്കി. ഇവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എറിയുമ്പോൾ ഓടി വരും. ഇവിടെ തന്നെ അവർ നിൽക്കും. അങ്ങോട്ടൊക്കെ പോയി ചകയിച്ചല്ലേ, അങ്ങോട്ടൊക്കെ പൊക്കൂ. ഇതേ അവിടെ ആ പറമ്പിലോട്ട് പോകും. രണ്ടേലും ഉണ്ടെങ്കിൽ തന്നെ അവിടെ കിടന്നോളൂ. നിങ്ങളല്ലാതെ വേറെ ആരും കുത്തിക്കൊണ്ട് പോകത്തൊന്നുമില്ല. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് നോക്കുവാണേ. ഉപ്പ് നോക്കുവാടി കൊച്ചേ. ഉപ്പുണ്ടോ നോക്കിയതാ. ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ മോനെ? ഒന്നും വെക്കണ്ട. കറി സാമ്പാർ. ഉപ്പ് നോക്കിക്കഴിഞ്ഞെങ്കിൽ പോയി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ടൊക്കെ കഴിക്കായിരുന്നു. കുളിപ്പിക്കുന്ന ആരാ? നാരായണ കുളിപ്പിക്കും. നാരായണ എണീറ്റോ? ഇല്ലല്ലോ. നാരായണിക്ക് ഒരു വർഷത്തെ ക്ഷീണമാണ്. നാരായണിയല്ലേ കുളിപ്പിക്കുന്നത്? നാരായണയുടെ ഡ്യൂട്ടിയാണ് അതൊക്കെ, കുളിപ്പിക്കുക. ജയമ നാരായണി തല തുറന്ന ഇഷ്ടമല്ലേ? പിന്നെ എന്നാ പ്രശ്നം? അവള് നിന്റെ കൂടെ അല്ലേ കിടന്നുറങ്ങിയേ? രാവിലെ എണീറ്റ് വന്നില്ലേ നീ ഞങ്ങളുടെ?
കിടക്കാൻ? പാലെടുത്തോ? പാലോ? ആ. എൻ്റെ ദോശ തീരാറായി. കിട്ടുമോ? ചക്കക്കുരു തോരൻ. ചക്കക്കുരു തോരൻ. അത് തേങ്ങ, ഇത് സവാള, ഇത് പച്ചമുളക്. ഇപ്പൊ ചക്കര ആരാ കുടിക്കുന്നത്? ഇപ്പൊ അപ്പം ഉണ്ടായിക്കോ. അപ്പൊ ചക്കര ജയ ഉണ്ടായിക്കോട്ടെ. ചക്കക്കൂര എടുത്തോടി. ദോശ സത്യം പറഞ്ഞുകൊണ്ട് വെറുതെ വിടുന്നു. ഒന്നും പറഞ്ഞില്ല. ദോശ കിട്ടണം. കടവ് കിട്ടുമ്പോട്ടില്ല, എനിക്ക് സമാധാനത്തോടാ. സവോള മാത്രം ഇട്ടാൽ കരിയാപ്പലൊക്കെ ഇടാൻ അങ്ങനെ. കയ്യിൽ അങ്ങനെ കരിക്കരുത് എന്നോട് പറഞ്ഞു തന്നേക്കണം. എൻ്റെ ചേട്ടൻ ആദ്യമേ കരിവേപ്പിലൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ടാ കുഴപ്പമില്ല. ഇങ്ങനെ ഒരിക്കലും കഴിക്കരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടുപ്പിക്കല്ലേ? അവിടെ ചക്കക്കുരു എടുക്കുന്നൊരു പരിപാടിയുണ്ട്. പച്ചക്കറി വീട്ടി ഇവിടെ എപ്പോഴും വെളുത്തുള്ളിയുടെ ആവശ്യമുള്ള സാധനമാണ്. മിക്ക കറിക്കാരും വെളുത്തുള്ളിയുടെ വേണം. വെള്ളം ഒഴിക്കുന്നില്ലേ? വെള്ളം ഒഴിച്ചോ? കുമ്പളമാണോ? വിചാരിക്കല്ലേ? കറിയാണോ? ചക്കക്കറി കറി. തോരനാണ്. മൂടി വെക്കടി. നമ്മൾ ഇമാജിൻ ചെയ്തിട്ടല്ല കേട്ടോ. ഇവിടെ ഒരു തെളിച്ചം. അപ്പോൾ അവിടുത്തെ ബദാമിൻ്റെ എകരം വെട്ടിയത്. ശേ, ഇപ്പം ശരിക്കും വെയിലടിക്കും. എന്തി ഇവിടെ ഉള്ള എൻ്റെ മക്കൾ. അളിയൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാകുന്നൊരു കൊച്ച്. പാലില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല മറ്റൊരു ജീവി. നോക്ക്,
24 മണിക്കൂർ ഫാൻ. കുറച്ചു നേരം ഫാൻ ഓഫ് ചെയ്തിട്ടിട്ട് ഫാൻ ഇടണം, അപ്പൊ നല്ല സുഖം. ക്യാമറ മാറ്റിയിട്ട് വരണോ? ക്യാമറ മാറ്റിയാ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ഇല്ല, ക്യാമറ മാറ്റി നമ്മൾ അങ്ങനെ ജീവിക്കാം? ഇല്ലല്ലോ, ഇല്ലല്ലോ. സ്വന്തം പെട്ടായിരുന്നോ? ഓടി ചുമ്മാ. ഞാൻ ക്യാമറ മാറ്റുന്നില്ല, ചേച്ചി എന്നാ ചെയ്യൂന്ന് പറ. ക്ലീറ്റസിന്റെ പപ്പ വന്നോ? ക്ലീറ്റസിന്റെ പപ്പായും ക്ലീറ്റസിനെയും കണ്ടോണ്ട് നിന്നാ മതിയോ? സ്കൂളിലൊക്കെ പോകാറായി. ചേച്ചി പോണ്ട് ഇനി 1 2 3 പഠിപ്പിക്കും, കളേഴ്സ് പഠിപ്പിക്കും, ABCD പഠിപ്പിക്കും. ചുമ്മാ കയറി പോകണ്ട, ഇതെല്ലാം പഠിപ്പിക്കും, പഠിക്കണം. ഒരു ദിവസം ഒരു 2 വേർഡ് വെച്ച് പഠിക്കണം. കുറെ നാളായി? ആ പറ. രാജാവ് കളിക്കും, കോഴി കഴിവ് കളിക്കും, പിന്നെ എല്ലാം പഠിക്കും. എല്ലാം പഠിച്ചാ മതി. ആ എല്ലാം പഠിച്ചോ? പടമൊക്കെ വരയ്ക്ക്. അല്ലാതെ എപ്പോ നോക്കിയാലും ടിവിക്കകത്ത് ഇരുന്ന് അളിയൻസ് കണ്ടോണ്ടിരുന്നാൽ എങ്ങനാ? ആണോ? ഇത് മഞ്ജു, അത് സൗമ്യ, മറ്റേത് റിയാസ്, ലില്ലിയും ക്ലീറ്റസും തങ്കവും. കണ്ടു? ഞാൻ പോവും എന്റെ വഴിക്ക്. പോവാന്നോ? ഞാൻ പോവാണേ. ബൈ. ആ പണിയുണ്ട്, അറിയില്ല. ആ ശരി, ഓക്കെ. അല്ല എന്റെ തലക്കെട്ടടിക്കരുതേ. അയ്യോ നാരായണൻ, നീ അടുക്കളയിലൊക്കെ കയറുവോ? അങ്ങനെ പറയാതെ, കൊച്ചിനെ വശമില്ലാത്തൊക്കെ ചെയ്യരുത്. ഇതെന്തോന്നാണോ ഇത്? ഇങ്ങനെ അങ്ങ് നടക്കും. ഒരുമാതിരി ഒരു സംസാരവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് നടക്കുന്നു. ഫാൻ പിന്നെ ഫാനിട്ടോ? കാണിക്കാം. അയ്യോ എൻ്റെ ചക്കക്കുരുത്തോരൻ. ആ ഉപ്പുണ്ടോയെന്ന് ഞാൻ നോക്കിയില്ല, നോക്കണം. സാമ്പാറുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. ബാക്കി അത്രയൊന്നും വരില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലേ? ഇവിടെ വന്നിരിക്കുന്നേ, ഇവിടെ എന്താ നിനക്ക് കാര്യം? നീ എന്നെ ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ അളിയൻസ് കാണണമെന്ന് പറഞ്ഞിട്ട്. ആ സംഭവമായിട്ടുണ്ട്. എന്ത് മതി, എണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ, സെറ്റ്. ദൈവം ചോറുമ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. കളയാതെ കഴിച്ചോണം. സൂപ്പറാണോ നോക്കണേ? നല്ലതാണോന്ന് പറ. ചെറിയൊരു മഴ സാധ്യത മൂടലും ഒക്കെ ഉണ്ട്. മഴ ചാറാൻ തുടങ്ങി. ഭയങ്കര മഴയും കാറ്റുമായിരിക്കുന്നതാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ പെയ്യാതിരുന്നെങ്കിലും ഉള്ളായിരുന്നു.
ആ അവിടെ ചക്ക കൊണ്ടുവന്നിട്ട് അത് പൊട്ടാന്നും പറഞ്ഞുകൊണ്ട് വേവിക്കാതിരുന്നിട്ട് ഇപ്പം അതെ അത് പഴുത്ത് കണ്ടോ. ചുമ്മാ ഞെക്കി നോക്കിയപ്പോൾ അതെ എങ്ങും ഉള്ളു. അപ്പം എന്നാ ചെയ്യുമെന്ന് പറ. അയ്യോ എന്നല്ലേ ശമ്പൂട്ടാ വീട്ടിൽ കയറ്. അല്ല അവിടെ കയറി, അങ്ങോട്ട് കയറിക്കോ. അവനെ നനയല്ലേ പട്ടിക്കുഞ്ഞ. ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട്. 2 ദിവസം മഴ ഇല്ലായിരുന്നു. കയറിപ്പോക്കോ, കയറിക്കോ, നനയും വേണ്ട, കയറ്. ഇതെന്നാണ് ഇതൊക്കെ ആറാശാടി. നാരായണി പോയി പാലെടുക്കുന്നു. മഴയ്ക്ക് മുമ്പ് അവൾ തിരിച്ചെത്തി. എന്നാലും അവിടെ മഴ വെള്ളം വീഴുമല്ലോ. എന്നാലും ഇങ്ങോട്ട് വീഴുന്നുണ്ടല്ലോ ഏട്ടാ. അതല്ല ഇത് കണ്ടോ. പിന്നെ വീഴുവല്ലേ. പട്ടി നനയോ? നോക്കിയാ അവിടെ എന്നാ കാണിക്കാറുണ്ട് കൂടെ. എന്നാടി ഫോൺ വെച്ച് ആ തെറിക്കുന്നത്. കോഴിക്കൊക്കെ ചൂടാന്ന് തോന്നുന്നത്. ഇവിടെ വന്നു മഴ കൊള്ളുന്നു. മുട്ട എണ്ണ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞു, ഞാൻ മറന്നു പോയതാ. മുട്ട ഇട്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഇട്ടുവെന്ന് വെച്ചു. ഒരു ഓല വീണല്ലോ. നെറ്റ് താന്നു കേട്ടോ. കഴിഞ്ഞ ആണ്ട് ഈ സമയത്ത് മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയ അത്രയ്ക്ക് നല്ല നമ്മൾ വീഴും. ഈ പ്രാവശ്യം നിറഞ്ഞെന്നാ മഴ വന്നു. ഞാൻ കുറച്ച് ദിവസം ആറ്റിലൊക്കെ പോയി, എന്നാലും വീട്ടിലെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വെള്ളം പടുതാന്ന് വരും. പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ. ചേട്ടൻ അങ്ങോട്ടങ്ങോട്ട് പോയിട്ടുണ്ട്. ആ കുളത്തിൻ്റെ അവിടെ വെള്ളം അവിടെ എപ്പോഴും വീഴുന്നുണ്ടോ ശ്രദ്ധിക്കണം, ഇല്ലേ പണിയാവും. അവിടെ കയറി വയ്ക്കാം. അത് എന്തൊരു ഇടിയായിരുന്നത്. എന്താ പറഞ്ഞു, ഞാൻ ആ പാലങ്ങോട്ട് എടുത്ത് വെച്ച്
എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ വീഴുന്നുണ്ട് വെള്ളം. ഇതുണ്ടല്ലേ, ഇച്ചിരി കയറ്റി വെച്ചപ്പോൾ ഇച്ചിരി കുറഞ്ഞ അവിടെ മൊത്തം വീഴുമായിരുന്നു. അവിടെ വെള്ളം തങ്ങുന്നുണ്ട്. ഓ കറിക്കാതിരുന്നോ, വെളി ഇറങ്ങണം, അവിടെ ഇരുന്നോ. എന്താടി? ഓ ആ കൊച്ചു വഴക്കുണ്ടാക്കാതെ രണ്ടും കൂടി ഇപ്പൊ ചുമ്മാ കാണുന്ന അലമ്പാ. അന്നേരം വെള്ളം വീഴും. ഞാൻ പോയി പാല് കാച്ചട്ടെ. സൂപ്പർ മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്, കാറ്റുമുണ്ട്. നമ്മുടെ ഫാം വരെ കടന്നു. മഴയൊക്കെ ഒന്ന് ശാന്തമായി, അന്തരീക്ഷവും ശാന്തമായി, മഴ കുറഞ്ഞു. എന്നാ ഇടിയൊക്കെ ആയിരുന്നു, നമ്മ പൊഴിച്ചു പോയി. ഇപ്പോഴും ഉണ്ട്, ഇടി കിട്ടുന്നതിന് വലിയ കുറവൊന്നുമില്ല. ഇവിടെ കോഴിയൊക്കെ കയറ്റാൻ പോയി. നടക്കോ? പട്ടിക്കുഞ്ഞ് സേഫ് ആണോ? ആണോ? തണുക്കല്ലേ അതിന്? സുഖത്തിന് ആ ചൂടൊക്കെ കഴിഞ്ഞിട്ടേ ആ തണുപ്പടിച്ചങ്ങ് ഉറക്കം. ഇവിടുത്തെ അവനും ഉറക്കമെന്ന് തോന്നുന്നു, അവൻ്റെ അറിവൊന്നുമില്ല. മഴ പെയ്താൽ പിന്നെ അനങ്ങത്തില്ല. ഓക്കെ. അത്യാവശ്യം നല്ല മഴയായിരുന്നു. അങ്ങനെ മറിച്ചിട്ടോ, നിലത്ത് നിർത്തി നിന്ന് എന്നാ കാണിക്കുന്നത്? അലമ്പാണ്.